ഇന്നലെ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ നടന്ന ADS തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ദുഷ്പ്രചരണവും ദുരാരോപണവും ഉയർത്തുകയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഭരണപക്ഷം. സ്വതന്ത്രവും നീതിപൂർവവുമായി നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ADS ആണ് എല്ലാ വാർഡിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർപേഴ്സൻ്റെയും വാർഡിൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിനെതിരായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വലിയ നുണപ്രചരണം നടത്തുന്നതിനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും വസ്തുതയുമില്ല. കാരണം പ്രതിപക്ഷ കൗൺസിലർമാർ ജയിച്ച വാർഡുകളിൽ ഇതുപോലെ തന്നെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ആ വാർഡ് കൗൺസിലർക്ക് ഇഷ്ടമുള്ള ആളുകളൊന്നുമല്ല, സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ആർക്കും പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ തങ്ങളുടെ ജയിച്ച വാർഡുകളിൽ, ഭരണപക്ഷം ജയിച്ച വാർഡുകളിലെ ADS നഷ്ടപ്പെട്ടപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആകെ അട്ടിമറിക്കപ്പെട്ടു എന്നും റിട്ടേണിംഗ് ഓഫീസർ പക്ഷപാതപരമായി പെരുമാറി എന്നുമെല്ലാമുള്ള വലിയ ആരോപണമുയർത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല. ഇതിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നില്ല നടന്നത്. ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ADSനെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ഞങ്ങളാരും അവിടെ ഉണ്ടായിരുന്നില്ല. ചെയർമാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം രാവിലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് അവിടെ നോക്കിയാൽ അറിയാം. അപ്പോൾ ആ രീതിയിൽ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ പരാതി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും നിൽക്കാതെ സ്വതന്ത്രവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടത്തിയ റിട്ടേണിംഗ് ഓഫീസറെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹാൻഡിലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വലിയ പ്രതിഷേധാർഹമാണ്. ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ട ADS നിലവിൽ വന്നു കഴിഞ്ഞു. അത് തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശരിയായ മാർഗം. അതിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. രാഷ്ട്രീയ പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തങ്ങളുടെ വാർഡുകളിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ രാജിവെച്ച് ജനവിധി തേടാൻ തയ്യാറാകുകയാണ് വേണ്ടത്. അതിനുള്ള ആർജവം ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കാണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലാതെ സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഈ ഒരു ആരോപണങ്ങൾ ഉയർത്തി ജനങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് എന്ന് ആണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. യാതൊരു അട്ടിമറിയും ഒരു നീതിപൂർവമല്ലാത്ത നടപടിയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടുള്ള വിഷമമാണ് ഇപ്പോൾ ഭരണപക്ഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.